ഇതൊരു വല്ലാത്ത കാല. ഈ കൂടപ്പിറപ്പുകൾ തന്നെ തമ്മി തല്ലണ കാലം. എന്നാ ഈ രക്തബന്ധങ്ങളെക്കാൾ വലിയ ചില ആത്മബന്ധങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തിനും കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന നമ്മുടെ രീതിയിൽ പറഞ്ഞ നമ്മുടെ ചങ്ക് ബ്രോസ്. ഇതിങ്ങനെയുള്ള കുറെ ചങ്ങായികളുടെ കഥയാ. കട്ടയ്ക്ക് പിടിച്ചോട്ടോ. ആകാശത്തിൻ മീതെ പാറും ആശാമേഘക്കൂട്ടിൽ കേൾക്കാം നെഞ്ചിൽ പൂക്കും സ്നേഹപ്പൂക്കൾ താനേ ചൊല്ലും മൊഴിയിൽ കേൾക്കാം നെഞ്ചിൽ പൂക്കും സ്നേഹപ്പൂക്കൾ താനേ ചൊല്ലും മൊഴിയിൽ കേൾക്കാം ഈ കാണുന്ന ആളാട്ടോ ഈ കഥയിലെ പ്രധാന കഥാപാത്രം. പേര് അർജുൻ. ഈ എഴുത്തൊക്കെ കണ്ട നമ്മൾ വിചാരിക്കും മൂപ്പരെന്തോ വലിയ ബുദ്ധിജീവിയാണ്. പക്ഷേ മൂപ്പരൊരു പാവം സിനിമാമോഹിയാണ്. ആളിപ്പോ പുതിയ കഥേന്റെ പണിപ്പുരയിലാണ്. ഇനി മൂപ്പരെ കുറിച്ച് പറയുന്നതിന് മുന്നേ മൂപ്പരെ ചങ്ങായിമാരെ കുറിച്ച് പറയണം. പിന്നെ മൂപ്പരെ പ്രണയത്തെക്കുറിച്ചും പറയണം. ഇനി ഇമ്മക്ക കഥ ആടന്ന് തുടങ്ങാം. എന്തേ? ആരുമായിട്ടാ ചാറ്റ്? പൊടി പൊടി പോ. എന്നാലും ആദി, നീ റിനീഷിനോട് പറഞ്ഞത് മോശമായി പോയിട്ടോ. എന്നാലും ഞാൻ ചെയ്തത് അത്രയ്ക്ക് മോശമായോ? ഭയങ്കര മോശമായി പോയി. നീ എന്നെ അർജുനൊക്കെ കണ്ടുപഠിക്കും. സംഗതികളൊക്കെ പൊളിയാണ്. നമ്മുടെ ആദ്യയുടെ റൂമല്ലേ? അതല്ലേ. എടാ എനിക്ക് അവളൊരു ഇപ്പം തന്നെ തോന്നണം. ഇപ്പോഴോ? ഇപ്പം തന്നെ. അതിനെന്താടാ ഇപ്പൊ തന്നെടാ. വാടാ അളിയാ വാട വാട പുല്ലേ. ഇതാരാടി ഈ നേരത്ത്? നോക്കട്ടെ. എടാ അജുവാ? അജു അജു, നീ എന്താ ഇവിടെ? ആദ്യം എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ രാത്രി ആദ്യോടെ എന്താ പറയാളെ? എനിക്കല്ല, റനീഷിനാ. ആദി, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നീ ഇന്നൊന്നും പറയണ്ട, നമുക്ക് നാളെ കാണാം. വിരഹത്തിൻ വേദനയറിയാൻ പ്രണയിക്കൂ ഒരു വട്ടം. വിടരാപ്പോ മുട്ടുകളവിടെ കലഹിക്കും പലവട്ടം. അപ്പോ അവളും പോയാളിയാ? നീ അവളോട് ചാറ്റ് ചെയ്യല്ലേ? ചാറ്റിക്കോ. കാലം കെട്ടുപോയി, കോലം കെട്ടുപോയി, രേഖ തേഞ്ഞു മാഞ്ഞു പോയി. ഓ നിരാശാകാൻ ഇവനാരടാ? ഗ്രൗണ്ടിൽ കാണണേ. നിങ്ങളുടെ വരുന്നത്? അതെന്ത് ചോദ്യം മാഷേ? ആനുവൽ നമ്മൾ അടിച്ചു പൊളിക്കാറില്ലേ? പൊളിച്ചാ മതി.
ഇതാണ് ഈ ക്യാമ്പസിലെ ലവേഴ്സ് കോർണർ അഥവാ പ്രണയമൂല. ഇവിടെ നിന്നാണ് നമ്മുടെ കഥാനായകൻ അവന്റെ കഥയിലേക്കുള്ള കഥാപാത്രങ്ങളെയും മരഞ്ചുറ്റു പ്രേമവും ഒക്കെ കണ്ടുപിടിച്ചത്. ഇതൊരു റിസർച്ചാണേ. എന്നാ ഇനി ഒരു സത്യം പറയാം, ഇവന്റെ കഥേന്റെ ജീവൻ ഇവന്റെ കമ്പനിക്കാര് തന്നെയാ. ജീവിതമുള്ളവനല്ലേ ജീവൻ ഉണ്ടാവും. എന്റെ ഒരു വിധി, ഇവിടെ അടുക്കളയിൽ ഉപ്പ് വരെ തീർന്നിട്ടുണ്ട്. ഓ തുടങ്ങി. ഇതൊന്നും ഇവിടെ ആർക്കും അറിയണ്ടല്ലോ. എപ്പ നോക്കിയാൽ എന്തെങ്കിലും കുത്തിക്കുറിച്ചോണ്ടിരിക്കും. എന്റെ ശോഭ നീയൊന്നും മിണ്ടാതിരി. ഞാനൊന്നും മിണ്ടുന്നില്ലേ. സാരല്ലടാ, അവൾക്ക് വട്ട. നീ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും. പോട്ടെ, സൂക്ഷിച്ചു പോണേ. വേഗം വാ, വരുന്നടാ. ഇതൊന്ന് കേക്ക് എന്നിട്ട് ചാറ്റ്. പാകയുടെ സ്കൂളിന്റെ അടുത്ത് ഏതെങ്കിലും പുതിയ കുട്ടി വന്നിട്ടുണ്ടോ? ഒരു സൂപ്പർ പീസാണ്. എനിക്കറിയില്ല. പിന്നെ നിങ്ങളൊക്കെ എന്തിനാണ് പാന്റ് വിട്ട് ഇറങ്ങുന്നത്? ഇതായപ്പങ്ങൻ വരുമോ? സമയം ഒരുപാടായല്ലോ. 17 തികയുന്ന പ്രായം നിന്നെ പതിവായി ചെറുതാക്കും ചെറുപ്പം. താങ്ക് യു. പിന്നെ ഇന്ന് വന്നില്ല. പിന്നെ അവിടെ കുറച്ച് വായനോക്കികളുണ്ട്. ദിവസം ഞങ്ങളെ ശല്യം ചെയ്യുക. വണ്ടി എടുക്ക്. നിന്നെ അടുത്തോട്ടോ കുഞ്ഞു പാടാ പറ്റ. നിങ്ങളൊക്കെ ദൈവം ചോദിക്കടാ. എടാ മഹേഷേ, നീ എവിടെയല്ലേ? നിനക്ക് അരി അറിയില്ലേ? അവൻ നമുക്ക് പണി തന്നടാ. എല്ലാ കാര്യം ഞാൻ വന്നിട്ട് പറയാം. ശരി, നീ ഇങ്ങോട്ട് വാ. മഹേഷേ, നമ്മുടെ ഊഹം ശരിയാടാ. ഇപ്പൊ നീ അവളോടൊന്നും ചോദിക്കണ്ട. ടീന, എന്താ സംഭവം? എന്താ പറ്റി? അവളെ ക്യാൻറ്റീന്ന് വരുമ്പോ ശ്യാമൻകുട്ടൻ അവളുടെ കൈക്കറി പിടിച്ചു. കൈ കയറി പിടിച്ചോ? കരയില്ലേ? അതി നീ കരയല്ലേ? പറയുന്ന കേക്ക്. അതി അവന്മാർക്കുള്ള പണി ഞങ്ങൾ കൊടുത്തോളാം. ഒരു തീക്കനലിൽ എരിയുന്നൊരു ചോര തിളക്കുമതി. ചങ്കാനെ ഒരു തീക്കനലിൽ എരിയുന്നൊരു ചോര തിളക്കുമതി. ഒരു
ഇതെന്താ ചന്തയാണോ? നിർത്താനല്ലേ പറഞ്ഞേ? പരസ്പരം തമ്മിൽ തല്ലാനല്ലടോ, ജീവിക്കാൻ പഠിക്കടോ. ഇപ്പൊ മനസ്സിലായല്ലോ ഇവരുടെ സ്വഭാവം. എടുപിടി കൊടുവാള്, അതാണ് ലൈൻ. അയ്യോ മോളെ നിന്നല്ല, അത് ഇവിടെ പറഞ്ഞ. ബാക്കി പറ. അളിയോ 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 ഒന്ന് തുറക്കടേ. അളിയോ ഓര് തുറക്കളിയോ. എന്തുവാളെ കൂളി. എന്റെ പൊന്നു വിനീതട്ടാ, ഞാൻ ഇന്ന് ഡയറക്ടർ സിദ്ധാർത്ഥൻ സാറെ കാണാൻ പോവാ. വല്ല നടക്കുവോ? നടക്കും. നടക്കില്ലേ? അളിയോ ഓൾഡ് ബെസ്റ്റ് അളിയോ. എവിടെ നാളെ തേക്കുന്ന ഉള്ളു പോയി തേക്കടാ. ഞാൻ പോയിട്ട് സിദ്ധാർത്ഥ സാറെ കണ്ടിട്ട് വരാം. പോയി വാടി. സാർ, ഞാൻ കാണാൻ അപ്പോയിൻമെന്റ് എടുത്തിരുന്നു. താങ്ക് യു സാർ. സാർ, എൻ്റെ ഈ കഥ ഒന്ന് വായിച്ചു നോക്കണം. തൻ്റെ കഥയൊക്കെ കൊള്ളാം, ഇതിനൊരു ഫീല് കിട്ടുന്നില്ല. ഇതൊക്കെ ഒരു തുടക്കം, അങ്ങനെ കരുതിയാൽ മതി. താനിന്നാ പോയിട്ട് വാ. ഹലോ ചേട്ടാ, ഞാൻ നിങ്ങളെ വിളിക്കാനിരിക്കായിരുന്നു. കഥ ആ അറിഞ്ഞോ മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ടേ. സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ കുടിക്കാമല്ലോ. അവന്റെ ഒരു ചാറ്റ്. മോനെ എന്നെ വിട്ടേക്ക്. ഓ നമ്മള് വിട്ട് എന്തല്ലോ നമ്മുടെ കഥാനായകൻ. എന്താ മോനെ വല്ലതും നടക്കുവോ? ഒരു കോപം നടന്നില്ലടാ. ആരൊക്കെ നിന്നെ വെച്ച് സിനിമ എടുത്തിട്ടില്ലെങ്കിലും ഞാനിടും. ചേലക്കാണോ നോക്കിക്കടാ. വേണ്ട. സ്വന്തമാണെന്ന് പറഞ്ഞതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി നിങ്ങളെ കൂടി എനിക്ക് നഷ്ടപ്പെടാനുള്ളൂ. നിങ്ങളെ. ഞങ്ങളുണ്ടാ നിന്റെ കൂടെ. അവളെ വിളിക്കാലേ. ഈ പെമ്പിള്ളേരൊക്കെ കണക്കാണ്. ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെടാ. എത്ര ദിവസമായിടാ വിളിച്ചോണ്ടിരുന്നു. എന്താടാ അവള് ഫോൺ എടുക്കുന്നില്ല അല്ലേ?
എടുക്കണ്ടടോ. ടീന, നീ എന്താ ഫോൺ എടുക്കാത്തത്? അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ എനിക്ക് പറയാനുള്ളത്? നിങ്ങൾ നടക്ക്. വാ. അജു എന്തെന്നെ മനസ്സിലാക്കാത്തെ? എനിക്ക് വിഷമമായിട്ടാണോ? പക്ഷേ നിന്റെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് അല്ലേ അത് നിന്റെ കോംപ്ലക്സ് ആണ്. അജു നിന്റെ പ്രാക്ടിക്കലായി ചിന്തിക്കാത്തെ? നിനക്കിപ്പോ ഒരു ജോലിയില്ല, പിന്നെ എപ്പോ നടക്കുമെന്ന് നിനക്ക് പോലും ഉറപ്പില്ലാത്ത സിനിമയെ കുറിച്ച് സ്വപ്നം കണ്ടിട്ടാണോ നമ്മൾ ജീവിക്കണ്ടേ? ഇത് നീ തന്നെ എന്റെ കഴുത്തിൽ എണിക്കണം മോഹിനിക്കുണ്ടായിരുന്നു. അതിനേതായാലും നടക്കും തോന്നില്ല. നമുക്ക് പിരിയാം. മിഴിനീരിൽ സുഖമേകി അഴകേ പോകയാണോ നാം കണ്ടൊരാ പൊൻകിനാക്കളെ പ്രിയേ സ്വയം മറന്നോ മിഴിനീരിൽ സുഖമേകി അഴകേ പോകയാണോ നാം കണ്ടൊരാ പൊൻകിനാക്കളെ പ്രിയേ സ്വയം മറന്നോ നീ പ്രിയേ സ്വയം മറന്നോ മരം വിരവേനല പൂപ്പൊഴിഞ്ഞു മണ്ണിൽ ശ്രുതി പിഴച്ചൊര വീണ പോലെ ഞാൻ രാഗശൂന്യമായി ഒന്നും പറയാനായിട്ടില്ല. ഹലോ
ടീന, ഞാൻ ഡാനിയ വിളിക്കുന്നത്. അജുവിനൊരു ആക്സിഡൻറ്റ്. സ്മാർട്ട് ഹോസ്പിറ്റലാണുള്ളത്. ആ, അല്പം സീരിയസാ. ആ, ഓ ശരി. എടാ, ബില്ലടയ്ക്കണോ? എൻ്റെ കയ്യിൽ ഇനി ഇതുള്ളൂ. 2-3 ടെസ്റ്റും കൂടി ചെയ്യാനുണ്ട്. നീ ബില്ലടച്ചിട്ടോ? അർജുൻ എന്ന പേഷ്യൻ്റ് എവിടെയല്ലേ? അർജുൻ കാഷ്വാലിറ്റി ഇല്ല, ഇവിടുന്ന് വലത്തോട്ട് വാ. നിനക്ക് തൃപ്തിയായല്ലോ? ഇനി നീ അവനെ കാണണ്ട. ആർക്കൊക്കെ വേണ്ടെങ്കിൽ അവനെ ഞങ്ങൾക്ക് വേണം. നിർത്തിയൊരു ഹോസ്പിറ്റലാ, ഇവളോടൊന്നും പറയണ്ട. നിന്നോട് പോകാനല്ലേ പറഞ്ഞേ? ഞങ്ങൾ വഴക്കിടാനൊന്നും വന്നല്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്നോടൊരു അബദ്ധം പറ്റി. ഞാൻ കാരണമല്ല സംഭവിച്ചത്. എന്നാ കഥ നമുക്കൊന്ന് റീ അടിക്കാം. നീ പാരെ വിളിച്ചേ? നീ എന്തിനാ എന്നെ കണ്ടപ്പോ ഫോൺ കട്ട് ചെയ്തേ? അച്ഛനമ്മ ഇല്ലാതെയാ നിന്നെ വളർത്തി. ഈ ലോകത്ത് എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമേ ഉള്ളൂ. അതിലും വലുതാണോ നിനക്കവൻ? ദേ, അനുസരണക്കേട് കാണിച്ചാലുണ്ടല്ലോ, പിന്നെ നീ എന്നെ കാണില്ല. അറിയാലോ നിനക്കെന്നെ. ടീന, അവനകത്തുണ്ട്. നീ പോയി അവനെ കണ്ടിട്ട് വാ. നീയല്ലാതെ മറ്റാരും എന്റെ കഴുത്തിൽ തലയിണിക്കണ്ട. നല്ല സുഖമല്ല ഇങ്ങനെ ഇരിക്കേ? അനുഭവിച്ചോ ആവശ്യമില്ലാത്ത പണിയെടുത്തിട്ടല്ലേ? ആ ടീന, നടക്കട്ടെ. അജു ഓക്കെ അല്ലേ? ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കേണ്ടതല്ല എൻ്റെ ജീവിതം. ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ചില ചെറിയ കാര്യങ്ങൾക്ക് ജീവിതം തന്നെ വേണ്ടാന്ന് വെക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരുമാതിരി ഊള സ്വഭാവം ഉണ്ടല്ലോ, അത് വലിയ മണ്ടത്തരാണെന്ന് അവൻ ഇപ്പോഴാ മനസ്സിലാകുന്നത്. അതാണ് അവന്റെ കഥയിലെ ടേണിംഗ് പോയിന്റ്. അല്ലടാ, റെനി ഇതുവരെ വന്നിട്ടില്ലല്ലോ. അവൻ അവളെ കാണാൻ പോയിരിക്കും. അവന്റെ ഒക്കെ ഒരു സമയം. ജ്യൂസിന് കുറച്ച് പഞ്ചാര കൂടി കോരട്ടോ. പിന്നെ ഒരു താഴ്ച കൂടുന്നുണ്ടല്ലോ, അതെടുത്ത് ഉപയോഗിച്ചാ മതി. തൃപ്തിയായല്ലോ? അയ്യേ മോന്ത്
എന്താണ് അങ്ങനെ പറ. ഡാനിയെ നമ്മൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? അവനെങ്കിലും രക്ഷപ്പെട്ടല്ലോ. ഓനിപ്പേ ഗൾഫിലെ ഷെയ്ക്കാ, ഷഹാർജ ഷെയ്ക്ക്. ആരാടാ? റെനിയാണല്ലോ. ഹലോ, എന്താടാ? ആ രാജുവോ? ആ, നമ്മുടെ കൂടെ ഉണ്ടല്ലോ. എന്താ ഞങ്ങളിപ്പോൾ വരാം. വന്നേ. എന്താടാ? എന്താ വേണം? എന്താ പ്രശ്നം? കാര്യം പറടാ. ജലിക്ക, ഞങ്ങൾ പോയിട്ട് വരാം. ആ, എവിടത്തേക്കടാ? പറയാ, നീ വാ. ഇതെന്താണ്ട് ഇവിടെ? എന്താടാ? നിങ്ങളെവിടൊക്കെ? ആ ശരി. വാ, വേം വാ. കാര്യം പറടാ. പറയാടാ. വാ. സാർ, ഇതാ ഞാൻ പറഞ്ഞ ആള്. അജു, നിനക്ക് ആളെ മനസ്സിലായോ? ഡയറക്ടർ സാജൻ സാറല്ലേ? ആ, അതെ. അജു, താനിരിക്കേ. ഞാനിവിടെ നിന്നോളൂ സാർ. ആ, ഇരിക്കേടോ. വാ, ഇരി. ആ, അജു, തന്റെ തിരക്കഥ റിനി എന്ന് ഞാൻ വായിച്ചു. തന്റെ ട്രീറ്റ്മെന്റ് കൊള്ളാം. ഇതേൽക്കും. ഇനി നമുക്ക് പിടിപ്പത് പണിയുണ്ട്. എടാ കഥാകാര, നിന്റെ കഥ സിനിമയാൻ പോവാ. അതേടോ, ഞാനിപ്പോ വരാം. ഒരു മിനിറ്റ്. ഇത് നിന്റെ കഥയ്ക്കുള്ള അഡ്വാൻസ്. ഇത് നല്ലൊരു തുടക്കമാണ്. സാർ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി സാർ. ഓ, ശരി. ഓക്കെ. അങ്ങനെ എനിക്കിതൊന്നും വിശ്വസിക്കാനാവുന്നില്ലടാ. ചെലവുണ്ട് മോനെ. മോനെ കളിയാ. എടാ റെനി, എനിക്ക് അവളൊന്ന് കാണണം. ഇനിയെങ്കിലും ഒന്ന് പറ, സസ്പെൻസ് മതി. ഇത് നിനക്കുള്ളതാ. എന്താ ഇത്? ഇതെന്റെ പടത്തിന്റെ അഡ്വാൻസ്. ഇനി എനിക്കും പറയാം ഈ ലോകത്തോട്, ഞാനൊരു സിനിമാക്കാരനാണ്. അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരെ. നെഞ്ചിൽ പൂക്കും സ്നേഹപ്പൂക്കൾ താനേ ചൊല്ലും മൊഴിയിൽ കേൾക്കാം. നെഞ്ചിൽ പൂക്കും സ്നേഹപ്പൂക്കൾ താനേ ചൊല്ലും മൊഴിയിൽ കേൾക്കാം. ഇന്നവൻ പ്രതീക്ഷയുടെ പുതിയ ലോകത്തേക്ക് കടക്കുക. അവൻ അറിയുന്നുണ്ട് വാക്കുകൾക്ക് മാത്രമാണ് ഫുൾ സ്റ്റോപ്പ്. ജീവിതത്തിനും സ്വപ്നത്തിനും അതൊന്നുമില്ല. ഉണ്ടാവായിരിക്കൂല്ലേ, പടച്ചോനറിയാം.